അടീനി അല്ലേ? കുറെ എണ്ണ വിരിയാനുണ്ട്. തട്ട് തട്ടല്ലേ? തട്ട് ഇതൊക്കെ വിരിഞ്ഞു വരുന്നേ ഉള്ളൂ. 1 വീക്കൊക്കെ പിടിക്കൂ. കണ്ട ഗൈസ്, നമ്മുടെ മാവുന്ന് പറിച്ചെടുത്ത കാലാപ്പാടി ഫുള്ള് പറിച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ വലിപ്പം കണ്ട ഗൈസ്, ഇഷ്ടംപോലെ ഉണ്ടോ? 2 മേലതാ ഇവിടെ ഒരുത്തൻ. 1 കിലോ കിട്ടിയോ? ഓക്കെ, അപ്പൊ അത് പറിച്ചു. പിന്നെ ശവന്നാറിയോ? നമ്മള് ശവന്നാറി എന്ന് പറയും. എന്താ റിംഗ റോസ്, വിങ്ക, മുല്ല. ഇതൊക്കെ നമ്മൾ കാണിക്കുന്നതല്ലേ. കാട്ടുപൂവന്റെ പൂവാണ് കേട്ടോ. കാണാത്തവര് കണ്ടോളൂ. എന്താ മുട്ടല്ലേ? ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ പൂവിന്റെ പരിപാടി? അടീനിയ. അടീനിയ അല്ലേ? കുറെ എണ്ണ വിരിയാനുണ്ട്. തട്ട് തട്ടല്ലേ? തട്ട് ഇതൊക്കെ വിരിഞ്ഞു വരുന്നേ ഉള്ളൂ. 1 വീക്കൊക്കെ ഇതിന്റെ പൂവുണ്ടാവുന്നവർ. ഇതെന്താ ശവന്നാറിയോ? നമ്മള് ശവന്നാറി എന്ന് പറയും. എന്താ റിംഗ റോസ്, വിങ്ക, മുല്ല. ഇതൊക്കെ നമ്മൾ കാണിക്കുന്നതല്ലേ. തക്കാളി പറിച്ചോളൂ. നല്ല ഭയങ്കര വെയിലാണ് കേട്ടോ ഗൈസ്. അയ്യോ, നിക്കപ്പോലും വയ്യ. അപ്പോൾ ഇതാ അവർ പുറത്തൊക്കെ പോയിട്ട് എന്താ കല്യാണത്തിനുള്ള ചുരിദാറിൻ്റെ കാര്യത്തിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം പുറത്തിറങ്ങാൻ വയ്യാന്നാ പറയുന്നത്. എല്ലാവർക്കും അറിയാലോ, ചൂട് ഭയങ്കരമാണേ. പറിച്ചമ്മ ഒന്ന് ദൈ ഇവിടെ ഒന്ന് നിലത്ത് വീണിട്ടുണ്ട്, താഴത്തെ കേട് വന്നു. ഓക്കെ, കഴിഞ്ഞു. നോക്കട്ടെ എത്ര എണ്ണം കിട്ടിയെന്ന്. 5 എണ്ണം. ഓക്കെ, ഇനി ബാക്കിയുള്ള അതിന്ന് പറിച്ചോളൂ. അതിലത് കുറേ ഉണ്ട്. വേറെന്തൊക്കെയാ പറിക്കാനുള്ളതെന്ന്? മാങ്ങ പറിക്കാൻ പോവാ. കാലാപ്പാടി പറിക്കാൻ വീണു പോയില്ലേ വെയിൽ കാരണേ. പറിച്ചോളൂ ഞാൻ വരുന്നു. തക്കാളി അച്ഛന് സഹായിച്ചോണ്ടു, അല്ലെങ്കിൽ ഇത് തീരൂല. തക്കാളി ഇപ്പം കടയിലൊക്കെ പോയിട്ട് കൊറേ ആയില്ലേ. തക്കാളിക്ക് ഇപ്പൊ എന്താ വില കിലോന്? ഇങ്ങനെ കൃഷി ചെയ്യുന്നത് കൊണ്ടേ ഉള്ളി മാത്രമേ ഇപ്പൊ വാങ്ങുന്നുള്ളൂ കടയിൽ നിന്ന്. ഒരുത്തൻ വലിയൊരു തക്കാളി കിട്ടിയിട്ടുണ്ട്. എത്ര കിട്ടി ഇപ്പൊ മൊത്തം? 1 കിലോ കിട്ടിയോ? ഓക്കെ, അപ്പൊ അത് പറിച്ചു. പിന്നെ തൊടിയിലേക്ക് പോവാണ് അല്ലേ. നമ്മുടെ കോവയ്ക്ക മേലെ എത്തിയിട്ടുണ്ട്. നമ്മളിത് കുഴിച്ചിടുന്ന വീഡിയോ ഒക്കെ പണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മേലെ എത്തിയിട്ടുണ്ട്. ഞാനും അച്ഛനും കൂടി ഉണ്ടാക്കിയ പന്തലാണ്. അങ്ങനെ നമ്മളിപ്പം ഡെയിലി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാറില്ല. അപ്പം പറ്റുമ്പോഴൊക്കെ വീഡിയോ ഉള്ളൂ. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റംബൂട്ടാൻ എന്താ പറയുക, കുറേ എണ്ണം ഈ വെയിൽ കാരണം വീണുപോയി. എൻ്റെ താഴത്തൊക്കെ ഉണ്ട് കണ്ടോ, മറ്റേ സിയാച്ചിൻ പോലെ കുറേ എണ്ണം വീണുപോയി. എൻ്റെ പച്ചയൊക്കെ വീണെടുക്കുന്നു. അയ്യോ, ഉണ്ട് സാധനം. നമുക്കൊരു 10-200 എണ്ണമൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചാൽ ഇനിയിപ്പോൾ ഒരു 5-6 എണ്ണം കിട്ടുമെന്ന് സംശയമാണ്. എന്നാലും നോക്കാം. അടുത്ത വട്ടത്തേക്ക് കുട്ടപ്പനാവും. ചൂടും മഴയും. ചൂടാണ്, ഇപ്പം മഴയൊന്നും കാണാൻ പോലുമില്ല. 2 ദിവസം മഴ പെയ്തിട്ടേ ഒന്ന് കൊതിപ്പിച്ചിട്ട് കടന്നു കളഞ്ഞു. എന്തിനാ നമ്മുടെ കോണി? എന്തിനാ? എവിടെയുള്ള ചാമ്പയ്ക്ക? ഓക്കെ, എന്നാ ചാമ്പയ്ക്ക പറിച്ചോളൂ. ഇത് ഞാൻ പിടിക്കാം. ഏത് ഭാഗത്താ? അതൊക്കെ വലുതാവുന്നേ ഉള്ളൂ. അവിടെ മേലെ ഒന്നുണ്ട്. അതാ ഉള്ളിൽ. ഓക്കെ. ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ. എന്തോ കൊല കണ്ടോ അവിടെ? അവിടെ അതിനെ കടിച്ചു. ഓക്കെ, അവിടെ എന്താ അമ്മ?
എന്തിൻ്റെ പൂവാ? ഇതെന്താ? ഇതാണ് കൂവ. കൂവയ്ക്ക് ഇങ്ങനെ പൂവുണ്ടാവും? ഇങ്ങനെ പൂവുണ്ടാവും. കാട്ടുകൂവയാ? കാട്ടുകൂവ. കാട്ടുകൂവയല്ലേ? ഇത് കാട്ടുകൂവ. കാട്ടുകൂവേൻ്റെ പൂവാണ് കേട്ടോ. കാണാത്തവർ കണ്ടോളൂ. ഇത് മുട്ട വരുന്നു. എന്താ? ആ മുട്ടല്ലേ? കാട്ടുകൂവ. എന്താണ് നിങ്ങളുടെ ചെരങ്ങയൊക്കെ എന്തായി? അച്ഛനും മകനാണ്. അമ്മയും മോളും. അങ്ങനെയും പറയാം. ഇതിന്റെ വലിപ്പം കണ്ടോ ഗൈസ്? ഇഷ്ടം പോലെ ഉണ്ടോ? ഒന്ന് രണ്ട് മേലതാ. ഇവിടെ ഒരുത്തൻ. ഇവിടെ അവിടെ ഒരുത്തൻ ഉള്ളിലുണ്ടാവുന്നുണ്ട്. ഇന്ന് കുറച്ച് പേരക്ക കിട്ടിട്ടോ. ശ്രീദേവി ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പേരക്ക കിട്ടലുണ്ടാവുന്നു. ഇന്ന് കുറേ പേരക്ക കിട്ടി. ആവുന്നേ ഉള്ളൂ അല്ലേ? ഓക്കെ. എന്നാ നിങ്ങൾ പീനട്ട് ബട്ടറൊക്കെ പഴുത്തു പോയല്ലോ. അതാ പേരക്ക കണ്ടു അമ്മ. പേരക്ക നമ്മൾ കാണാത്തൊക്കെ പിടിക്കും. അത് പറിച്ചോളൂ. രണ്ടും പഴുത്തോ? എന്നാ പോരട്ടെ. അത് എൻ്റെ കയ്യിൽ എങ്ങനെ എന്തോളൂ. കേടൊക്കെ ഉണ്ടാവുക. അന്ന് നമ്മൾ കാര്യമാക്കണ്ട. അപ്പൊ ഇന്നും ഡിന്നർ പേരക്കയായിരിക്കും. ഈശ്വര. മാങ്ങ പറിക്കാൻ മൊത്തം പറിക്കുക? നമ്മൾ വെയിൽ കാരണേ ഇതൊക്കെ ഇങ്ങനെ വാടി വീണു പോവാ. അപ്പം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം പറിച്ചിട്ട് എല്ലാം മൂത്തിട്ടുണ്ട്. നമ്മളിത് എന്താ പറയാ, വെയിൽ കാരണം നമ്മൾ ഇങ്ങനെ വീണു പോവാണ്. പിന്നെ വെറുതെ ഇരുന്ന് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. നല്ല പിടിക്കാൻ സുഖല്ലേ? വള്ളിയുള്ളത് കൊണ്ടേ. നമ്മുടെ കാലാപ്പാടി മാങ്ങ ഞാൻ കുറേ കാലമായിട്ട് കാത്തിരുന്നതാണ്. എല്ലാം പറിക്കുക. അതെല്ലാം കൂടി പറിച്ചിട്ട് ഒരു ബഞ്ചാക്കിയിട്ട് വന്നോളൂ. ഓക്കെ. ഇനി ഡാഡാണ് പറിക്കുന്നത്. ഇവനായോ? ഇവനായിട്ടില്ലല്ലോ. അവനും പറിക്കുക. ഞാൻ പറിക്കുന്ന അത് കുഴപ്പമില്ല. അവിടെ നിന്ന് കട്ട് ചെയ്യണ്ട. ഇങ്ങനെ ഇവന്റെ വെയിറ്റ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. കാലാപ്പാടി ഈ സീസണിലെ മാങ്ങയൊക്കെ നമ്മൾ തീർത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ അല്ല, എൻ്റെ കഷ്ടപ്പാടിൻ്റെ ബലം. നോക്കട്ടെ, പിടിക്കൂ. ഇതാ കണ്ടോ ഗൈസ്, നമ്മുടെ മാവുന്ന് പറിച്ചെടുത്ത കാലാപ്പാടി ഫുള്ള് പറിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ഒന്ന് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് എടുത്ത് മാറ്റി വയ്ക്കും. ഓക്കെ, തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. എന്താ? ലോങ്ക നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും തളിര് മേലേക്ക് നമ്മളിത് കുഴിച്ചിടുമ്പോൾ ഇത്രയും ഉണ്ടായിരുന്നല്ലോ കേട്ടോ. കുഞ്ഞിതായിരുന്നു. ഇപ്പം ഇത്രയും വലുതായ ആള്. പീനട്ട് ബട്ടർ വെറുതെ ഇരുന്ന് തിന്ന. ചൂട് കാരണേ ഒന്നും അങ്ങോട്ട് ചൂടാണ് സഹിക്കാൻ വയ്യാത്ത. എൻ്റെ അമ്മോ, ചെരങ്ങ പറിക്കണോ? ഉണ്ടല്ലേ. എന്നാ അവിടെ ഇരുന്നോട്ടെ. എന്നാ ആ ചാമ്പയ്ക്കും കൂടി പറിച്ചോളൂ. തോട്ടി വേണോ? തോട്ടി വേണ്ട. ഓക്കെ. നോക്കിട്ടേ നല്ലത്.
അതിനെ കടിച്ചിട്ടുണ്ട്. ആ ഏറ്റവും മുകളിലുള്ള അവനെ കടിച്ചു. അതായിട്ടില്ല, അതും ആയിട്ടില്ല അതിൻ്റെ. ആ ആ ആ ആ അതും കടിച്ചിരിക്കുന്നു. കടിച്ചു. ഓ ഇവനും കടി കിട്ടി. ഓ അത് നല്ല മധുരമുള്ളത് കൊണ്ടേ ഇതിൻ്റെ ഉള്ളിൽ വേറെ അടിയിലൊക്കെ ഉണ്ടാവും. അതിനെ പറിച്ചതാ, തള്ളിയിട്ടു. മതി മതി, അത് മതി. ഇനി അതെല്ലാം ഒന്ന് വലുതായിക്കോട്ടെ. വലുതാവാൻ സമ്മതിക്കാനുള്ള ടീംസ് എല്ലാത്തിനും ഓരോരോ കൊത്തു കൊത്തി വിടുക. എന്നാൽ ഒന്നും എല്ലാവരും കൂടി കഴിക്കുന്ന പരിപാടിയില്ല. അങ്ങനെ ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എവിടെ അകത്ത് പോയോ? ഓക്കെ, അപ്പം എന്താ സാധനങ്ങളൊക്കെ എടുത്ത് നമുക്ക് അകത്തേക്ക് പോവാം. എടുത്തോളും. മാങ്ങ ഞാൻ പിടിക്കണോ? ഓക്കെ, അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഇതാ രണ്ടാളും ബൈ ബൈ പറഞ്ഞോളൂ. വേറൊരു വീഡിയോയിൽ നമുക്ക് പിന്നെ കാണാം ഗൈസ്. ബൈ ബൈ.